ഏത് കാര്യത്തെയും നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു നഗരമാണ് ദുബായ് എന്ന് നമുക്കറിയാം. ഏറ്റവും പുതിയ കണ്ടുപിടുത്തം വരാൻ പോകുന്നത് റെയിൽ ബസ്സാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച ഗംഭീരമായിട്ടുള്ള പ്രൊജക്റ്റാണ് റെയിൽ ബസ് എന്ന് പറയുന്നത്. ഈ ബസ്സിനകത്ത് 40 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും എന്ന കിടിലനായിട്ടുള്ള ബസ്സാണ്. പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് ദുബായിയുടെ ഡിഫറെൻറ്റ് ഏരിയാസിൽ പ്രത്യേക റെയിൽ ഉണ്ടാക്കി ആ റെയിലിൽ കൂടിയിട്ട് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെയിൽ ബസ് വരികയാണ്. എന്നും ഇവിടെ താമസിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഇവിടെ വരാൻ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും അധികം ആനന്ദകരമാകുന്ന രീതിയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ ദുബായിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ജീവിക്കുന്നവർ എന്തായാലും സന്തോഷവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ കണ്ടുപിടുത്തങ്ങളും ജനനന്മക്കാണ് എന്ന് നമ്മൾ ഓർക്കുക. പെട്ടെന്ന് എത്താനും ജോലിഭാരം നമുക്ക് കുറക്കാനും അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ട് നമ്മുടെ സമയം ലാഭിക്കാൻ, നമുക്ക് ജോലി ഇല്ലെങ്കിലോ നമുക്ക് ബിസിനസ് ഇല്ലെങ്കിലോ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ നമ്മൾ ആലോചിക്കുക. ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അതിന് മടിച്ചിരുന്നോണ്ടൊന്നും കാര്യമില്ല. ഇപ്പം തന്നെ എഴുന്നേൽക്കുക, എന്നിട്ട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നോക്കുക, ഈ നഗരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പലരെയും കണ്ടുമുട്ടാം. എന്തുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മളെ സമയം കളയുന്നു? നമുക്ക് ജോലി ഇല്ലെങ്കിലോ നമ്മൾ മുഷിഞ്ഞിട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലോ അതിനെ നമ്മൾ മാറ്റാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹോം, ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ, ഗോ അറൗണ്ട്. എല്ലാം ചുറ്റി കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല കുളിർമ ഉണ്ടാകും. ദുബായിൽ വരുന്ന ഈ റെയിൽ ബസ്സിന് എല്ലാ ആശംസകളും നേരാം. ഇനിയും ഇതുപോലെ ഇനി ആകാശത്ത് കൂടി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ വരുന്ന ഈ ഒരു ദുബായ് ഭരണാധികാരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും എ ബിഗ് സല്യൂട്ട്. മുനീർ അൽ വഫ വിത്ത് ലവ്.